അസ്സലാമലൈക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഞാൻ നമ്മൾ ഒരുപാട് സന്തോഷ ദിവസങ്ങളിൽ എല്ലാവരുമായിട്ട് കൂടുന്ന ദിവസങ്ങളിലൊക്കെ എങ്ങനെ വീഡിയോ എടുക്കണം, അതിൽ നമ്മൾ വീഡിയോ സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെയായിരിക്കും, ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നോമ്പിന് പെരുന്നാളിന് കുറച്ച് ദിവസം മുമ്പേ ഉള്ള ചില വീഡിയോസൊക്കെ കൂടി ചേർത്തിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് കേട്ടോ. അതല്ലാതെ മെയിനായിട്ട് ഒന്നും എടുത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നോമ്പ് തുറയും ഒക്കെ. പക്ഷേ അതൊന്നും വീഡിയോ പിടിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല. നമുക്ക് എല്ലാവരും കൂടി കാണുമ്പോൾ വർത്തമാനം പറയാൻ തന്നെ നേരം കിട്ടാറില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കണം? അതുകൊണ്ട് ഇപ്പോൾ പെരുന്നാളിന് 2-3 ദിവസം മുന്നേ നമ്മൾ കുട്ടികൾക്കൊക്കെ ചെരുപ്പ് വാങ്ങാൻ പോയതാണ് കേട്ടോ. നല്ല ഓഫറുള്ള സ്ഥലത്താണ് പോയത്. അത് കഴിഞ്ഞ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി കുട്ടികൾക്ക് എന്തെങ്കിലും കളിപ്പാട്ട്, പെരുന്നാളിനല്ലേ എല്ലാവരുടെ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നത് അപ്പോഴാണല്ലോ കുട്ടികൾക്ക് പെരുന്നാളെന്ന് പറയുമ്പോൾ തന്നെ പെരുന്നാൾപ്പൊടിയുടെ കാര്യം അവർക്ക് ഓർമ്മ. അപ്പോൾ അവർ അന്നേരം ചോദിക്കുന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ ഇവർ കുട്ടികളൊക്കെ കൂടി ചേർന്ന് ഏറ്റവും ഇളയ കൊച്ചിനെ എന്ത് ചെയ്തു, ഒരു സൈക്കിള് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. അവരെ പെരുന്നാളിന് മുന്നേ അവർക്ക് പെരുന്നാൾപ്പൊടി കിട്ടിയേ. ആ പെരുന്നാൾപ്പൊടി കൊണ്ടിട്ട് ഏറ്റവും ചെറിയവനിക്ക് അവരെല്ലാവരും കൂടി സർപ്രൈസായിട്ട് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. അൽഹംദുലില്ലാ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം നോമ്പായിരുന്നു, അതും കഴിഞ്ഞ് നോമ്പായിരുന്നു. പിന്നെ അടുത്ത ദിവസം നമ്മൾ എല്ലാവരും പള്ളിയിലൊക്കെ പോയി. അത് കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു മണി 2 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലേക്കൊന്ന് പോയിട്ടോ. ഡ്രസ്സൊക്കെ മാറി എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ കുട്ടികൾക്ക്. പോയി അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരെയും കണ്ട് നല്ല സന്തോഷമായി. കുട്ടികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പവറൊക്കെ കാണിക്കാൻ പറ്റി. അങ്ങനെ പെരുന്നാൾപ്പൊടി കൊടുക്കുകയോ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്ത് അവിടെ നിന്ന് നമ്മൾ മൂത്ത നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടോ. പക്ഷേ അവിടെ ഇല്ല, കൊച്ചിനായിട്ട് ആശുപത്രിയിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് സംഭവങ്ങളും വീഡിയോസൊക്കെ എടുക്കാനുള്ളതൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി കുറച്ച് നേരം നിന്നുള്ളൂ, അരമണിക്കൂറൊക്കെ നിന്നുള്ളൂ. അപ്പോഴേക്കുള്ള സന്തോഷ നിമിഷങ്ങളാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെയും അസ്സലാമു അലൈക്കും.